അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരുപാട് സ്വഭാവ മഹിമകളുണ്ട്, ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. ചില ഗുണങ്ങൾ മനുഷ്യനിൽ ഉണ്ടായാലാണ് മനുഷ്യൻ മനുഷ്യനാവുക. അങ്ങനെ പൊതുവായി മതഭേദമന്യേ എല്ലാവരും കണക്കാക്കുന്ന ഒരുപാട് നല്ല ഗുണങ്ങൾ, ഉദാഹരണം ലജ്ജ, സൽ സ്വഭാവം, അതുപോലെ തന്നെ ക്ഷമ, അങ്ങനെ ധാരാളം നല്ല നല്ല ഗുണങ്ങൾ. ഇത്തരം ഗുണങ്ങൾ മനുഷ്യനിൽ ഉണ്ടായാലാണ് മനുഷ്യൻ മനുഷ്യനാവൂ എന്ന് പറയുന്നത് ഇസ്ലാമേതര വിശ്വാസത്തിൽ പോലും അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ അത്തരം സ്വഭാവങ്ങൾക്ക് ഇസ്ലാമിക വിശ്വാസ ചിന്തകളിൽ എത്ര സ്ഥാനമുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് ക്ഷമ എന്ന് പറയുന്ന ഒരു മാനുഷിക ഗുണത്തെ എടുത്തു വെച്ചുകൊണ്ടുള്ള നമ്മുടെ ചർച്ചയിൽ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യം തന്നെ പറയാം, ഒരു വലിയ അമലാണ് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത്. ക്ഷമ എന്നുള്ളതിനെ പരിശുദ്ധ ഖുർആൻ ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട്. ക്ഷമിക്കുക എന്നത് വലിയ ഒരു അമല് എന്ന് പറഞ്ഞാൽ സ്വർഗത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു അമല് എന്ന് പറയാൻ പറ്റും ക്ഷമ എന്ന സ്വഭാവം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും അത് തന്ന് അനുഗ്രഹിക്കട്ടെ. ലോകത്തെ ഏറ്റവും വലിയ ക്ഷമാശീലനായ മനുഷ്യൻ, അല്ലെങ്കിൽ ക്ഷമ കൊണ്ട് വിജയം കൈവരിച്ച ഒരു മഹാനായ മനുഷ്യൻ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വസ്തുത അങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിട്ടുള്ള ഒരു ചെറിയ വിവരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ക്ഷമ കൊണ്ട് വിജയം കൈവരിക്കാനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ ക്ഷമക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരു ശരീരത്തിൽ, ഉദാഹരണം മനുഷ്യ ശരീരത്തിൽ, തലയ്ക്ക് ആ ശരീരത്തിൽ എത്ര സ്ഥാനമുണ്ടോ അതാണ് ഈമാനിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യന്റെ, അല്ലെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യന്റെ ക്ഷമ എന്ന് പറയുന്നത്. അവന്റെ ദീനീ ബോധത്തിന്റെ ശിരസാണ് ക്ഷമ എന്ന് മഹാന്മാർ പഠിപ്പിക്കാം. ഒരാൾക്ക് ദീനീ ബോധമുണ്ട് എങ്കിൽ ആ ദീനീ ബോധത്തിന്റെ ശിരസാണ് ക്ഷമ. ക്ഷമ ഉണ്ടായാലാണ് ദീനീ ബോധത്തിന്റെ പരിപൂർണത വരികയുള്ളൂ. അതിന്റെ ഏറ്റവും മർമ്മമായ ഭാഗമാണ് ക്ഷമ. എത്ര ഇബാദത്ത് ചെയ്താലും മുൻകോപിയാണോ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഈ അമലൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് ഒരു ശരീരത്തിൽ ശിരസിന്, തലയ്ക്ക് എന്ത് സ്ഥാനമാണോ ഉള്ളത് അതാണ് ദീനിൽ ക്ഷമയ്ക്കുള്ള സ്ഥാനമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഫലാ ഈമാന ലിമൻ ലാ സ്വബറ ലഹു, ക്ഷമയില്ലാത്തവനിൽ ഈമാൻ നിലനിൽക്കൂല. അതാണ് അതിന്റെ ഒരു തത്വം. ക്ഷമയില്ലാത്തവനിൽ ഈമാൻ നിലനിൽക്കുകയില്ല. മാത്രവുമല്ല, ഈമാനികമായ ഒരു വലിയ പുരോഗതി, നമ്മുടെ മനസ്സിലൊക്കെ ചെറിയൊരു ഈമാൻ ഉണ്ടാവും. ആ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കാൻ ക്ഷമ കൊണ്ട് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാം. അപ്പൊ ഈമാൻ വർദ്ധിക്കും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ക്ഷമയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് തിന്മകൾക്ക് തടസ്സമായി ക്ഷമ നിൽക്കുകയും നന്മകൾ ചെയ്യാൻ ക്ഷമ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ക്ഷമ കൊണ്ട് ഉണ്ടാകുന്ന വലിയ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ വരുമ്പോൾ ക്ഷമ എന്നത് അള്ളാഹുവിനുള്ള ഒരു വഴിപ്പാട് ആയി ആ സ്വഭാവം മാറുകയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ വിവരണം ഇത് സംബന്ധമായി വന്നിട്ടുള്ളത്. വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ എന്ന് ഖുർആൻ. നബിയെ, അങ്ങ് ക്ഷമിച്ചാലും, ക്ഷമിച്ചു കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, ക്ഷമ കൊണ്ട് ആത്മാർത്ഥത സമ്പാദിക്കുന്ന, ഇഖ്ലാസ് സമ്പാദിക്കുന്ന ആളുകൾക്ക്
ഒരിക്കലും അള്ളാഹു പ്രതിഫലം നഷ്ടപ്പെടുത്തൂല എന്ന് പരിശുദ്ധ ഖുർആൻ. ക്ഷമ കൊണ്ട് ഉണ്ടാകുന്ന നേട്ടം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അനുഭവിക്കാൻ കിട്ടുമെന്ന് ഈ ആയത്ത് നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുകയാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമ എന്ന് പറഞ്ഞാൽ വസ്സുബ്ർ ലുഗത്തൻ അൽ മൻഉ വൽ ഹബ്സ്, സ്വയം പിടിച്ചു നിൽക്കുകയും പ്രതിരോധിച്ചു നിൽക്കുകയും ചെയ്യുക എന്നതാണ് ക്ഷമ. സ്വയം പിടിച്ചു നിൽക്കാനും പ്രതിരോധിച്ചു നിൽക്കാനും. ആരോട് പ്രതിരോധിക്കണം? ചിലപ്പോൾ നന്മയോടായിരിക്കാം, തിന്മയോടായിരിക്കാം. ചിലപ്പോൾ പ്രതിരോധിച്ചു നിൽക്കേണ്ടത് അസഹ്യമായ വേദനയോടായിരിക്കാം. ചിലപ്പോൾ പ്രതിരോധിച്ചു നിൽക്കേണ്ടത് ഒരു പാപം ചെയ്യുന്ന ശാരീരിക താല്പര്യത്തോടായിരിക്കാം പ്രതിരോധിച്ചു നിൽക്കാം. എങ്ങനെ വന്നാലും ക്ഷമ എന്നുള്ളത് അതിന്റെ ആകെത്തുക നന്മയിലേക്കാണ് സാധ്യത കൂടുതൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വ്യാകുല ചിത്തമായ അവസ്ഥയിൽ നിന്നും ഒരു മനുഷ്യൻ മാറി നിൽക്കുക എന്നതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നോമ്പെടുക്കാറുണ്ട്. ഈ നോമ്പിനെ പറ്റി ക്ഷമ എന്ന് പറയാറുണ്ട്. കാരണം നോമ്പ് എന്നത് ക്ഷമ എന്ന ഗുണത്തിന്റെ പകുതിയും ഉണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷമ എന്ന് പറയുന്ന ഗുണത്തിന്റെ പകുതി ഒരാൾക്ക് നേടാൻ കഴിയാൻ അയാൾ നോമ്പെടുത്താൽ മതി. അപ്പൊ ക്ഷമയുടെ പകുതി അവന് കിട്ടിക്കഴിഞ്ഞു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നോമ്പ് എന്ന് പറയുന്ന അമലിൽ ക്ഷമ എത്രയും ഉള്ള പോലെ മറ്റൊരു അമലിലില്ല. എല്ലാ അമലിലും ക്ഷമ വേണം, നോമ്പിൽ പ്രത്യേകിച്ച്. ആ നോമ്പിന് ക്ഷമ എന്ന ഒരു പര്യായ പദം പോലും തസവുഫിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം നോമ്പ് മനുഷ്യന്റെ അന്നപാന വൈകാരിക ആവശ്യങ്ങൾക്ക് പ്രതിബന്ധമായി നിൽക്കുകയാണ്. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സ്വഭാവ ഗുണമാണ്. ഒരു ആ മനുഷ്യന് അനുയോജ്യമല്ലാത്തതും അഭംഗിയുള്ളതുമായ കാര്യങ്ങളെ തൊട്ട് തടഞ്ഞു നിർത്തുന്നത് ക്ഷമയാണ്. ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം എടുത്താൽ തന്നെയും അതിലും ക്ഷമ കാണുന്നു. നിസ്കാരം എന്ന് പറയുന്ന ഒരു അമലെടുത്താലും അതിലും ക്ഷമ കാണുന്നു. ഏത് അമലെടുത്താലും അതിൽ നമുക്ക് ക്ഷമ കാണാൻ കഴിയും. അതുപോലെ തന്നെ ജിഹാദ്, ഏത് അമലെടുത്താലും അതിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു നല്ല ഗുണം. ഒരു ഗീബത്ത് പറയേണ്ട ഒരു സ്ഥലത്ത് പറയാതെ പിടിച്ചു നിൽക്കുക എന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, കളവ് പറയേണ്ടടുത്ത് പറയാതെ നാവിനെ പിടിച്ചു നിർത്തുക, അവയവം തെറ്റ് ചെയ്യേണ്ടടുത്ത് അവയവം തെറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കുക എന്നത് ഒരു പുണ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ പുണ്യകർമ്മത്തിന് നമുക്ക് പ്രേരകമായത് അല്ലെങ്കിൽ നമ്മളിൽ സ്വാധീനിച്ചത് ക്ഷമ എന്ന് പറയുന്ന മറ്റൊരു അമലാണ്. അതുകൊണ്ട് ക്ഷമ ഒരു വലിയ അമലാണ്, സ്വർഗത്തോട് ചേർന്ന് നിൽക്കുന്ന അമലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടോളൂ. അസ്സബ്റു ഇഅ്തിറാഫുൽ അബ്ദി ലില്ലാഹി തആല ബിമാ അസാബഹു ഫീഹി വഹ്തിസാബുഹു ഇൻദല്ലാഹി വറജാഉ സവാബിഹി എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല ഒരു മനുഷ്യനിൽ കൊടുക്കുന്ന വേദനയാവട്ടെ, മുസീബത്താവട്ടെ, എന്ത് ഇടങ്ങേറാവട്ടെ, അത് അല്ല തന്നതാണെന്ന ഒരു അംഗീകാരമാണ്. അള്ളാഹു തന്നു എന്നതിൽ സമ്മതിക്കുകയാണ് ക്ഷമ കൊണ്ട് ഉണ്ടാവൽ എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, ഒരു ഇടങ്ങേറ് വന്നു കഴിഞ്ഞാൽ, ഇത് അല്ല തന്നതാണ് എന്ന് നമ്മുടെ മനസ്സ് ഈമാൻ കൊള്ളലാണ് യഥാർത്ഥത്തിൽ ക്ഷമ എന്നുള്ളത്. എൻ്റെ റബ്ബ് തന്നതാ എന്നോർത്ത് അങ്ങോട്ട് ക്ഷമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഈമാൻ വർദ്ധിക്കലാണ് ഉണ്ടാകുന്നത്. മാത്രവുമല്ല അള്ളാഹു എനിക്കിതിന് കൂലി തരും എന്നൊരു തോന്നല് നമുക്ക് ആ ക്ഷമ മുഖേന ഉണ്ടാവുകയാണ്. ഈ രീതിയിൽ റബ്ബിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സ്വഭാവ മഹിമയാണ് ക്ഷമ എന്നുള്ളത്. ഇനി കേട്ടോളൂ, മഹാന്മാർ പഠിപ്പിക്കുന്നു, മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിക്കുന്നു, വസ്സബ്റു വാജിബുൻ ബിഇജ്മാഇൽ ഉലമാഇ. സ്വഹാബത്തിന്റെ ഇജ്മാഅ് കൊണ്ട്, ഖുർആനും ഹദീസും പോലെ തന്നെ സ്വഹാബികളുടെ ഇജ്മാഅ്, ഉലമാഇന്റെ ഇജ്മാഅ് നമ്മുടെ പ്രധാന പ്രമാണമാണ്. സ്വഹാബത്തിന്റെ ഖണ്ഡിതമായ അഭിപ്രായം ക്ഷമ എന്നത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്നുള്ളതാണ്. കേട്ടോളൂ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലിറബ്ബിക ഫസ്ബിർ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിക്ക് നബിയേ എന്നാ പറഞ്ഞത്. അപ്പൊ ക്ഷമ എന്നുള്ളത് നേരെ അള്ളാന്റെ റിളായിലേക്ക് എത്തുകയാണ്. ക്ഷമ, ഉദാഹരണം നമുക്ക് ക്ഷമിക്കാൻ തറാവീഹ് നിസ്കാരത്തിനൊക്കെ വലിയ മടി വരും റമദാൻ വന്നു കഴിഞ്ഞാൽ.
ചിലർക്ക് തറാവീഹ് നിസ്കാരം വേഗത്തിൽ അങ്ങ് കഴിഞ്ഞാൽ മതി. എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഖുർആൻ ഓതാൻ ഒരു മടി വരും. അപ്പൊ ക്ഷമിച്ച് പിടിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ അമൽ മുഖേന അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അവിടെ ക്ഷമിച്ചത്. പടച്ചോന്റെ പൊരുത്തം പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ക്ഷമിക്കുന്നവന് കൂലിയല്ല പറഞ്ഞത്, ക്ഷമിക്കുന്നവന്റെ കൂടെ അല്ല ഉണ്ടെന്നാ പറഞ്ഞത്. കൂലിയേക്കാളും വലുതാണ് കൂടെ. ആര് കൂടെ? അള്ളാഹു കൂടെ എന്ന അവസ്ഥ ക്ഷമയ്ക്ക് കൂലി കൊടുക്കുന്നതിനേക്കാളും വലിയ ഒരു അംഗീകാരമാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഒന്നേന്ന് മുതൽക്ക് അവിടുത്തെ അവസാന സമയം വരെയുള്ള ഒരു ചരിത്രത്തെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്തമായ ക്ഷമയെ പാലിക്കുന്ന ഒരവസ്ഥയും ക്ഷമിക്കാൻ മറ്റുള്ളവരോട് അവിടുന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ക്ഷമ എന്ന് പറയുന്നത് ദീനിന്റെ തല എന്ന് പറഞ്ഞുകൊടുത്ത് ശരിക്കും നമുക്ക് ബോധ്യപ്പെടലാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ടും ചരിത്രം കൊണ്ടും. ഇനി കേട്ടോളൂ, ക്ഷമയ്ക്ക് അള്ളാഹുവിന്റെ ദീനിൽ ഇത്ര കണ്ട് പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം പറയാം. ക്ഷമ എന്നുള്ളതിനെ കുറിച്ച്, സബറിനെ കുറിച്ച്, ക്ഷമയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 90 സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ക്ഷമയെക്കുറിച്ച് ഖുർആനിൽ 90 സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അന്നല്ലാഹ വഅളുമ മൻസിലതുഹു ഫിദ്ദീനി അന്നല്ലാഹ ദക്കറഹു ഫി കിതാബിഹി ഫി 90 മൗദിഅൻ. അല്ലാഹു തആല 90 സ്ഥലങ്ങളിലാണ് ഖുർആനിൽ ക്ഷമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മഹാന്മാർ പറയുന്നു. പിന്നെയോ അലാ സിത്തത്തി അശറ നൗഅൻ, ഏകദേശം 16 തരത്തിൽ 16 ഐറ്റം 16 വകഭേദങ്ങളിലുള്ള ക്ഷമയെക്കുറിച്ച് 90 സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞ 90 ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ള ക്ഷമയുടെ പ്രതിപാദ്യത്തെ നമുക്ക് 16 സ്വഭാവങ്ങളിലായി കാണാൻ കഴിയും. 16 തലങ്ങളിൽ 16 രൂപത്തിൽ ക്ഷമയെക്കുറിച്ചുള്ള ചർച്ച ഖുർആനിൽ 90 ഇടങ്ങളിലായി കാണുന്നു. ഖുർആൻ ഇങ്ങനെ ചർച്ച ചെയ്ത സ്വഭാവം ഏതാ ഉള്ളത്? ഒറ്റ കാര്യം പറയാം, ഖുർആൻ 90 ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാനില്ല, നമ്മുടെ അമല് കൊണ്ട് ഒരു ഗുണവുമില്ല. നമുക്ക് എങ്ങനെ സ്വർഗം കിട്ടും? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഖദ് വസഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സബ്ര ബിഅന്നഹു ലിയാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമയെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രയോഗം ലിയാ എന്നാ പറഞ്ഞത്, വെളിച്ചം എന്ന. ലിയാ എന്ന് പറഞ്ഞാൽ സാധാരണ വെളിച്ചമല്ല, നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. പക്ഷെ ലിയാ എന്ന് പറയുന്ന വെളിച്ചം, സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന വെളിച്ചത്തിന് ലിയാ എന്ന് പറയാം. ഈ ലിയാ എന്ന് പറയുന്ന വെളിച്ചം അത് ചൂടുള്ള വെളിച്ചമാണ്. അത് ചില രോഗാണുക്കളെയൊക്കെ കരിച്ചു കളയുന്ന പോലെ ഈ ക്ഷമ എന്ന് പറയുന്നത് ലിയാ ആണ്. മനുഷ്യന്റെ പാപത്തെ കരിച്ചു കളയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ പാപത്തെ കരിച്ചു കളയുന്ന വെളിച്ചമാണ് ക്ഷമ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിന്റെ ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്തഹൂറു ശത്റുൽ ഈമാൻ വൽഹംദുലില്ലാഹി തംലഉ അൽ മീസാൻ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി മാ ബൈനസ് സമാവാതി വൽ അർദ് വസ്സലാത്തു നൂറുൻ വസ്സദഖത്തു ബുർഹാൻ വസ്സബ്റു ളിയാ വൽഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക കുല്ലു നാസി യഗ്ദു ഫബായഅ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊരു അർത്ഥഗർത്തമായ അവസ്ഥയിലാണ് ഈ ഹദീസ് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നത്. എന്താ പറഞ്ഞത്? റസൂലുള്ള പറയുന്നു, عن أبي مالك الأشعري رضي الله عنه قال رسول الله صلى الله عليه وسلم. പുണ്യ നബി പറയുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തഹൂറു ശത്റുൽ ഈമാൻ. വൃത്തി എന്നുള്ളത്, ശുദ്ധി എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വൃത്തി എല്ലാ നിലക്കുണ്ട്. അത് സംസാരത്തിൽ വൃത്തി വേണം, കേൾക്കേണ്ടത് വൃത്തിയുള്ളതാവണം, പറയേണ്ടത് കേൾക്കേണ്ടതൊക്കെ വൃത്തിയുള്ളതാവണം, തിന്നേണ്ടത് വൃത്തിയുള്ളതാവണം, ശുദ്ധിയുള്ളതാവണം, ഹറാമുള്ളതാവരുത്. മാത്രമല്ല നടക്കേണ്ടത് വൃത്തിയുള്ളിടത്തേക്കായിരിക്കണം, പിടിക്കേണ്ടത് എടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഒക്കെ വൃത്തിയുള്ളതായിരിക്കണം.
ആ കൂട്ടത്തിലാണ് ശരീരം അഴുക്കിൽ നിന്നൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളത്. ഏതായാലും വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വൃത്തി ഈമാനിന്റെ പകുതിയാണ്. ഇനി കേട്ടോളൂ വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ മീസാൻ എന്ന തുലാസിനെ നിറയ്ക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മീസാൻ എന്ന തുലാസിനെ നിറച്ചിട്ട് നന്മയ്ക്ക് ഭാരം കൂടുതൽ കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് ഭാരം കൂടുതൽ കിട്ടാൻ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ് അൽഹംദുലില്ലാഹ്. വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ മീസാൻ എന്ന തുലാസിൽ അവന്റെ നന്മ വെക്കുമ്പോൾ ഈ അൽഹംദുലില്ലാഹ് ഒരെണ്ണം അങ്ങോട്ട് ചൊല്ലുമ്പോൾ വെയിറ്റ് കൂടും. മീസാൻ എന്ന തുലാസിൽ ഭാരം കൂട്ടാൻ, നമ്മുടെ അമലുകൾക്ക് ഭാരമുണ്ടാവാൻ അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ മതി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി. ഇത് രണ്ടും ചേർത്ത് ചൊല്ലാണെങ്കിൽ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന് ചേർത്ത് ചൊല്ലാണെങ്കിൽ അതിന് വലിയ വലിപ്പമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലാണെങ്കിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഗ്യാപ്പ് നിറഞ്ഞു നിൽക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിപ്പാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി. ഒരുമിച്ച് ചൊല്ലണം. ഇനി കേട്ടോളൂ. ഹദീസ് തുടരുന്നു. വസ്സലാത്തു നൂറുൻ. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം പ്രകാശമാ. നൂറ് എന്ന പ്രയോഗം, നൂറെന്ന് പറഞ്ഞാൽ ചൂടില്ലാത്ത പ്രകാശം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസ്സലാത്തു നൂറുൻ. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങള് നമുക്ക് പ്രകാശമാ, ചൂടില്ലാത്ത പ്രകാശം. ഇനി കേട്ടോളൂ. വസ്സദഖത്തു ബുർഹാൻ. അള്ളാന്റെ മുന്നിൽ രക്ഷപ്പെടാനുള്ള തെളിവുണ്ടല്ലോ. ഞാനൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് റബ്ബിന്റെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ, അള്ളാഹുവിന്റെ മുന്നിൽ അത് രേഖപ്പെടുത്താൻ, എന്തൊക്കെ നന്മകളും എന്തൊക്കെ തിന്മകളും ചെയ്താൽ എല്ലാം രേഖയാണ്. എങ്കിലും സ്വദഖ എന്ന് പറയുന്ന ഒരു നന്മ നമ്മുടെ ഏടിൽ പ്രത്യേകം കാണപ്പെടുന്നുവെങ്കിൽ നമ്മൾ നല്ലവനാണ് എന്ന് അതിന്റെ പേരിൽ മാത്രം സ്ഥിരപ്പെടുത്തുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നല്ലവനാണെന്ന് സ്ഥിരപ്പെടുത്താൻ സ്വദഖ മാത്രം മതി. അള്ളാഹുവിന്റെ മുന്നിൽ നല്ലവൻ എന്ന തെളിവുമായി നമ്മുടെ മുന്നിൽ സ്വദഖ കടന്നു വരും. വസ്സദഖത്തു ബുർഹാൻ. സ്വദഖ തെളിവാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ. വസ്സബ്റു ളിയാ. ക്ഷമ എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപത്തെ കരിച്ചു കളയുന്ന ചൂടുള്ള ഒരു പ്രകാശമാണ്. ളിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. സൂര്യന്റെ വെളിച്ചത്തില് ആ വെളിച്ചത്തോടു കൂടെ തന്നെ ഒരു ചൂട്, അത് ഈർപ്പത്തെ വറ്റിച്ചു കളയുന്ന പോലെ, രോഗാണുക്കളെ നശിപ്പിച്ചു കളയുന്ന പോലെ, ഒരു കരിക്കലിന്റെ ശുദ്ധീകരണം നടത്തുന്ന പോലെ നമ്മൾ ക്ഷമ എന്ന് പറയുന്ന സ്വഭാവത്തെ കൊണ്ട് നടന്നാൽ അത് ഈ കരിച്ചു കളയുന്ന ഒരു പ്രകാശമായ ജീവിതത്തിൽ കൂടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെ കരിച്ചു കളയും? നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ. വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക. ഖുർആൻ നിനക്ക് അനുകൂലവും പ്രതികൂലവുമായ സാക്ഷിയാ. അല്ലാഹുവേ, ഖുർആൻ നമുക്ക് അനുകൂലമാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ തൊടാറില്ല ചില മനുഷ്യന്മാര്. അല്ലാഹുവേ, നമ്മൾ മരിച്ചു പോണ്ട മനുഷ്യന്മാരെ. ഒരു ദിവസം ഒരു മനുഷ്യൻ 100 ആയത്ത് ഓതിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യന് ഒരു നന്മയും ആ മനുഷ്യനിൽ പ്രതീക്ഷിക്കേണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 100 ആയത്ത് ഓതാത്തവനിൽ ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ടതില്ല. അവൻ നിർഗുണനാണ്. നിർഗുണന്റെ അടയാളങ്ങൾ പറഞ്ഞുകൊടുത്ത് പരിശുദ്ധമായ ഹദീസിൽ കാണാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിർഗുണൻ ഒരു ഗുണവും പ്രതീക്ഷിക്കേണ്ട നിർഗുണനായ മനുഷ്യൻ, അവന്റെ പ്രത്യേകത എന്താ? അവൻ ഒരു ദിവസം 100 ആയത്ത് പാരായണം ചെയ്യൂല. എങ്ങനെ ഇപ്പൊ ഈ 100 ആയത്ത് പാരായണം ചെയ്യാം? 100 ആയത്ത് പാരായണം ചെയ്യാൻ വളരെ സിമ്പിളാണ്. സൂറത്തുൽ വാഖിഅ ഓതിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 100നോട് അടുത്തു. സൂറത്തുൽ മുൽക്കും കൂടി ഓതിക്കഴിഞ്ഞാൽ 100 കഴിഞ്ഞു പോയി.
ഈ 2 സൂറത്ത് പതിവാക്കിയാൽ മതി. എല്ലാ ദിവസവും 100 ആയത്തല്ല, 100ൽ എത്രയോ അപ്പുറം ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൂടാതെ നമ്മുടെ നിസ്കാരത്തിൽ ഫാത്തിഹ 7 ആയത്ത്, അങ്ങനെ 5 വഖത്തിലായിട്ട് 17 റക്അത്തിൽ 7 ആയത്തുകൾ എന്ന ഫാത്തിഹ അങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. മറ്റു സൂറത്തുകൾ ഇതൊക്കെ ഖുർആൻ ഓതുക എന്ന പരിഗണനയിൽ കിട്ടും. എന്തായാലും 100 ആയത്ത് ഒരു മനുഷ്യൻ ഒരു ദിവസം ഓതിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിസ്കാരമില്ല, വാക്യയില്ല, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കൊന്നുമില്ല, അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതം. എന്തായാലും നിസ്കാരമുള്ളവരാണെങ്കിലും വാഖിഅയും സൂറത്തുൽ മുൽക്കും ഓതിയാൽ ഈ പറയപ്പെട്ട 100 ആയത്ത് എന്ന് പറയുന്ന ആ സ്വഭാവത്തെ, ആ ഒരു ഗുണത്തെ നിസ്കാരത്തിന്റെ പുറമേ നമുക്ക് നിലനിർത്താൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, ഖുർആൻ നിനക്ക് അനുകൂലവും നിനക്ക് പ്രതികൂലവുമായി സാക്ഷി പറയുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. ഇന്നല്ലാഹു യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖിരിൻ. സ്വഹീഹ് മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്. عن عمر بن الخطاب رضي الله عنه قال رسول الله صلى الله عليه وسلم إن الله يرفع بهذا الكتاب أقواما ويضع به آخرين. ഈ പരിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ഒരു വിഭാഗത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി. അള്ളാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. ഈ പരിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ഒരു വിഭാഗത്തെ അള്ളാഹു തകർത്ത് കളഞ്ഞെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ഖുർആൻ നമുക്ക് തെളിവാണ്. ഖുർആൻ നമുക്ക് അനുകൂലവും പ്രതികൂലവുമായി സാക്ഷി പറയും. ഇനി ഒറ്റ വാക്കിൽ പറയാം, കുല്ലുന്നാസി യഗ്ദു. ഓരോ ദിവസവും ഓരോ മനുഷ്യനും, ജനങ്ങൾ മുഴുവനും ഓരോ പ്രഭാതത്തിലും ഇറങ്ങുന്നു. എന്നിട്ടവന്റെ ശരീരത്തെ വിൽക്കുന്നു. ചിലര് വിൽക്കുന്നത് സ്വർഗത്തിന് പകരമായിട്ടായിരിക്കും. അങ്ങനെയുള്ളവൻ സ്വർഗത്തിന് പകരമായി നരകത്തിൽ നിന്നും ശരീരത്തെ മോചിപ്പിക്കുന്നു, സ്വർഗത്തിന് പകരമായി വിൽക്കുന്നു. ചിലര് മൂബിഖുഹ, നരകത്തിന് പകരമായി ശരീരം വിൽക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ ക്ഷമ എന്ന് പറയുന്ന അമല് നമ്മുടെ ദീനീബോധത്തിന്റെ തലയാണ് എന്ന് മഹാന്മാർ പറഞ്ഞത് വെറുതെ അല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, മഹാന്മാർ പഠിപ്പിക്കുന്നു, ക്ഷമ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ടാലൊരു തലത്തിൽ വരെ നിർബന്ധമായും വരും. രണ്ടാലൊരു തലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ക്ഷമ നിർബന്ധമായും വരേണ്ട തലമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്നൽ മുഅ്മിന യതഖല്ലബു ഫിദ്ദുനിയ ബൈന ഹാലൈനി. ഒരു മുഅ്മിനായ മനുഷ്യന് ദുനിയാവിൽ 2 ഹാലാ ഉള്ളത്, 2 അവസ്ഥയാ ഉള്ളത്. അതിലൊരു അവസ്ഥ സന്തോഷത്തിന്റെ അവസ്ഥയാണ്. സന്തോഷത്തിന്റെ അവസ്ഥ വരുമ്പോൾ മതപരമായ ശറഇന്റെ ഇടപെടൽ, ഫയുശ്റഉ ലഹു അശ്കുറു. സന്തോഷത്തിന്റെ അവസ്ഥ വരുമ്പോൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ മതം അവന്റെ മുന്നിൽ നിയമമായി വരുന്നു. ഇനി ഒരു മുഅ്മിനായ മനുഷ്യന്റെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് എടങ്ങേറിന്റെ അവസ്ഥയാണ്. എടങ്ങേറിന്റെ അവസ്ഥയാവുമ്പോൾ മതം അവനെ നിർബന്ധിക്കാണ്, ഫയുശ്റഉ ലഹു സബ്റു, നീ ക്ഷമിക്കണം എന്ന് നിർബന്ധിക്കാം. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ രണ്ടാലൊരു തലത്തിൽ ക്ഷമ എന്നുള്ളത് നിർബന്ധമായും ബന്ധപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹറാമുകൾ ചെയ്യാതെയും മോശമായ കാര്യങ്ങൾ ചെയ്യാതെയും പിടിച്ചു നിൽക്കുക എന്നത് ഒരു വലിയ ക്ഷമയാണ്. ക്ഷമയുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പദവിയുള്ള ക്ഷമ, ഏറ്റവും കൂടുതൽ കൂലിയുള്ള ക്ഷമ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ക്ഷമയെ കുറിച്ച് പറയുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിം. ഈ ഹദീസ് നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. ഒരു മുഅ്മിനിന്റെ ക്ഷമ എന്ന് പറഞ്ഞാൽ, ഒരു മുഅ്മിനിന്റെ ക്ഷമ അത്ഭുതത്തോടു കൂടെ റസൂലുള്ളാഹി കാണുന്നത്. അജബൽ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസ്വാബത്ഹു സറാ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസ്വാബത്ഹു ളറാ സബറ ഫകാന ഖൈറൻ ലഹു. സ്വഹീഹ് മുസ്ലിം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥ വലിയ അത്ഭുതമാണ്. അവന് എന്തെങ്കിലും ഒരു ഖൈർ വന്നു കഴിഞ്ഞാൽ, സന്തോഷം വന്നു കഴിഞ്ഞാൽ, ആ സന്തോഷത്തിൽ ആ മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യും. ഇത് മുഅ്മിനിന് മാത്രമേ കഴിയൂ. ഒരടങ്ങേറ് വന്നാൽ പടച്ചോന് ആ ഇടങ്ങേറ് അള്ളാഹ് തന്നതാണെന്ന തോന്നലിൽ ക്ഷമിക്കും. ഇതൊരു മുഅ്മിനിന് മാത്രമേ കഴിയൂ. ഈ ഒരു അവസ്ഥയെ, ഒരു മുഅ്മിനായ ജീവിതത്തിന്റെ, ഈ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഈ രീതിയെ
ഞാൻ അത്ഭുതത്തോടുകൂടെ കാണുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തിയിരിക്കുന്ന പ്രയോഗങ്ങൾ. വഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുസ് സാബിരീന ഫിൽ ഖിയാമി ബിൽ ഫറായിദ് വജ്തിനാബിൻ നവാഹി വസ്സബ്രി അലൽ ശദായിദ് എന്ന് മഹാന്മാർ പറയുന്നു. സയ്യിദുസ് സാബിർ എന്ന പദവിയാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. സയ്യിദുസ് സാബിർ, ക്ഷമിക്കുന്നവരുടെ നേതാവ്, ക്ഷമിക്കുന്നവരുടെ നേതാവാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ? ഫിൽ ഖിയാമി ബിൽ ഫറായിദി, ഫർളായ നിർബന്ധമായ അമലുകളും നിർബന്ധമായും ചെയ്യേണ്ട റബ്ബിന്റെ കൽപ്പനകളും നിലനിർത്തിപ്പോയതിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ നേതാവ്. അതങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ വജ്തിനാബിൻ നവാഹി, തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കി ജീവിക്കുക എന്നോടത്തൊരു ക്ഷമ വേണം. ആ ക്ഷമയിലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ ആള്. മാത്രമല്ല വസ്സബ്രി അല ശദാഇദി, ഇടങ്ങേറും വിഷമവും ദുരന്തവും ദുരിതവും ഒക്കെ വരുമ്പോ പൊട്ടിക്കരയേണ്ട അവസ്ഥയുണ്ടാവാറുണ്ട്. ക്ഷമിച്ച് ഇത് അള്ള തന്ന അവസ്ഥയാണെന്ന് സ്വയം ആശ്വസിക്കുക എന്നുള്ളിടത്തും ഒന്നാം സ്ഥാനത്താണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക പ്രബോധനത്തിന്റെ കാലഘട്ടത്തിലൊക്കെ അവിടുന്ന് തന്റെ നാട്ടുകാരിൽ നിന്നും സഹിച്ചതും ക്ഷമിച്ചതൊക്കെയാണ് ഇതിന് ഉദാഹരണമായി മഹാന്മാർ പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ജീവിതത്തിൽ ഇല്ലായ്മകളുടെ അവസ്ഥയിലും സുഹൃദിന് വേണ്ടി, ത്യാഗത്തിന് വേണ്ടി, ദുനിയാവിന്റെ സുഖലോലുപതകളെ ഒഴിവാക്കുക എന്നൊരു പ്രത്യേക ക്ഷമ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയാൻ, കുറഞ്ഞത് കൊണ്ട് തൃപ്തിയോടുകൂടെ ദുനിയാവിനെ കഴിച്ചുകൂട്ടാൻ ഹബീബായ നബി തങ്ങൾ ക്ഷമിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ ഒരു സ്ഥാനത്ത്, അതുപോലൊന്നും ആർക്കും അതുപോലെ ആവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ മഹാനാണ്. എന്നാൽ പോലും സുഖലോലുപതയുടെ ഒരു അവസ്ഥ അള്ളാഹു കൊടുത്തിരുന്നു, രാജാധികാരം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെക്കാളും വലിയ പദവി എത്തിച്ചത് ഈ പറയപ്പെട്ട സന്തോഷങ്ങളും സുഖങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം കൊണ്ടായിരുന്നു. മാത്രമല്ല മുനാഫിഖീങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ ശല്യങ്ങളൊക്കെ ക്ഷമിച്ചു, ജൂതന്മാരുടെയൊക്കെ ശല്യങ്ങളൊക്കെ ക്ഷമിച്ചും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും നേടിയെടുക്കാത്ത വലിയ പദവി ക്ഷമ കൊണ്ട് നേടിയെടുത്തു എന്നുള്ളതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ പോലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിലപ്പോഴൊക്കെ ചോദ്യം ചെയ്ത സമയങ്ങളൊക്കെ ഉണ്ട്. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ വിവരം കുറഞ്ഞ സ്വഹാബികളൊക്കെ പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്തതായി കാണാം. സ്വഹീഹിന്റെ കിതാബുകളിലൊക്കെ കാണുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ യുദ്ധാർജിതമായ മുതലോ ഏതോ ഒരു പൊതുമുതൽ ജനങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുക്കണമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീതിച്ചു കൊടുത്തോടത്ത് പൊതുമുതൽ എല്ലാവർക്കും തുല്യവും നീതിയോടുകൂടിയും അവിടുന്ന് വീതിച്ചു കൊടുത്തപ്പോ ഇത് സ്വീകരിച്ച അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബിക്ക് അതിലെന്തോ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വന്നു. അദ്ദേഹത്തിന്റെ ഒരു വിവരക്കുറവ് കൊണ്ട് അദ്ദേഹം ഓടി വന്നുകൊണ്ട് അദ്ദേഹം വല്ലാഹി ഇന്നഹാ ലഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹല്ലാഹി, ഈ വീതം വെക്കൽ അത്ര സുഖമുള്ളതല്ല, ഈ വീതം വെക്കലിൽ ഒരു തൃപ്തിക്കുറവ് എനിക്കുണ്ട് എന്ന ഒരു നിലപാടിൽ ആ സുഹാബി പറയാ, ഫഅതൈതുഹു, റസൂലുള്ളാഹിയുടെ അടുക്കൽ ഞാൻ ചെന്നു, വഹുവ ഫീ അസ്ഹാബിഹി, സ്വഹാബികളുടെ ഇടയിൽ റസൂലുള്ളാഹി ഇരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ യുദ്ധാർജിതമായി കിട്ടി എല്ലാവരുടെയും ഇടയിൽ വീതിച്ചു കൊടുത്ത ആ മുതലിൽ വീതം ചെയ്തതിൽ എനിക്ക് തൃപ്തിക്കുറവുണ്ട് നബിയെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പറഞ്ഞു ആ സ്വഹാബി, അതിൽ നീതി കുറവുള്ള പോലെ എനിക്ക് ബോധ്യമായിട്ടുണ്ട്, അങ്ങ് ചെയ്തത് ശരിയല്ല എന്ന രീതിയിൽ ആ സ്വഹാബി സദസ്സിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പരിമിതമായ ബോധവും അദ്ദേഹത്തിന്റെ അവസ്ഥയും അദ്ദേഹത്തിന്റെ സങ്കടവും അദ്ദേഹത്തിന്റെ വിവരക്കുറവും ഒക്കെയാണ് അദ്ദേഹത്തെ അങ്ങനെ പറയിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ലോകത്തിന്റെ നേതാവ് തന്റെ അനുയായികൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു എന്ന തലത്തിൽ അതൊരു കുറ്റമായി അദ്ദേഹത്തിന് ഇതുവരെ ബോധ്യമാകുന്നില്ല. പക്ഷേ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ ഹബീബിന്റെ മനസ്സിനെ അതും കീറി മുറിച്ചു. കാരണം ഒരിക്കൽ പോലും അതിൽ ന്യായക്കേടോ നീതിക്ക് നിരക്കാത്തതോ ചെയ്തിട്ടില്ല എന്നുള്ളത് 100% ശരിയാണ്. അവിടത്തേക്ക് അത്രയും ബോധ്യമാണ്. അത് നീതിക്ക് നിരക്കാത്തതോ അത് ശരിക്ക് നിരക്കാത്തതോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലോ അല്ല.
ആ വീതം വെക്കല് പൂർണ്ണമായും ന്യായത്തോടെയും നീതിയോടെയുമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് അംഗീകരിച്ചതാണ്. പക്ഷെ സ്വഹാബിയുടെ ചോദ്യം ചെയ്യലിൽ അവിടുന്ന് തകർന്നു പോയി എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാ, റസൂലുള്ളാഹിയുടെ മുഖം അങ്ങട് നിറം മാറി, അള്ളാഹുവിന്റെ ഹബീബിന് ദേഷ്യം വന്നു. പക്ഷേ എന്തെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞ അയാളെ തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ സീൻ വഷളാവും. ഞാനങ്ങ് ക്ഷമിച്ചു എന്നിട്ട് പറഞ്ഞു, കുറച്ചു കഴിഞ്ഞപ്പോ പരാതിക്കാരനായ സ്വഹാബിക്ക് സംഗതി ബോധ്യപ്പെട്ട അയാൾ അങ്ങ് പോയി. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ ക്ഷമിച്ച പോലെ ഒന്നും ക്ഷമിക്കേണ്ടി വന്നില്ലല്ലോ. അവിടെയൊക്കെ അവര് എത്രമാത്രം ക്ഷമിക്കേണ്ടി വന്നു തന്റെ അനുയായികളിൽ നിന്നും, എനിക്ക് അത്രയൊന്നും ക്ഷമിക്കേണ്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലും ഒരിക്കലും ഒരു അയറാബിയായ മനുഷ്യൻ, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് തന്നെ ഉണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ കഴുത്തിൽ കിടക്കുന്ന ഉത്തിരിയം ഇങ്ങ് തട്ടിപ്പറിച്ചു വാങ്ങിയെടുത്തു, കഴുത്തിൽ അത് മുറിവുണ്ടാക്കി, അവിടുന്ന് ക്ഷമിച്ചു എന്നുള്ളതാണ്. അനുയായികൾ അതൊരു സ്വാതന്ത്ര്യമായി അവർ കാണുന്നിടത്തും ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ സ്വാതന്ത്ര്യവും അവകാശവും തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് കൊടുക്കുമ്പോഴും ആ നേതാവ് അതിൽ ക്ഷമ പാലിക്കാനും പക്വത നിലനിർത്താനും ശ്രമിച്ചു എന്നുള്ളതാണ്. ക്ഷമ കൊണ്ട് നേട്ടങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമിക്കണം എന്നത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക നിർദ്ദേശം. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ എന്ന് പരിശുദ്ധ ഖുർആൻ. ഉലുൽ അസ്മുകളായ മഹാന്മാരായ ഇന്നലകളിൽ കഴിഞ്ഞ മഹാന്മാര് ക്ഷമിച്ചു പോലെ, അതെല്ലാ അർത്ഥത്തിലും. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമുക്ക് ക്ഷമ എന്ന് പറയുന്ന സ്വഭാവ ഗുണം ഉണ്ടാവേണ്ടത് എന്നതിനെ കുറിച്ചൊരു ചർച്ച ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഉലുൽ അസ്മുകളായ അമ്പിയാക്കൾ ക്ഷമിച്ച പോലെ അങ്ങ് ക്ഷമിക്കണം നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, മഹാന്മാരായ മുർസലീങ്ങളിൽ ഉലുൽ അസ്മുകളായ നബിമാര് ക്ഷമിച്ച പോലെ അങ്ങ് ക്ഷമിക്കണേ നബിയേ. ഇനി കേട്ടോളൂ, നമ്മുടെ മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങളും സ്വഹാബത്തും ക്ഷമയ്ക്ക് കൊടുത്ത പ്രാധാന്യവും ക്ഷമ എന്ന സ്വഭാവം കൊണ്ടവർ നേടിയതായ നേട്ടങ്ങളും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വജദനാ ഖൈറ ഐശിനാ ബിസ്സബ്രി, ഒരു നല്ല ജീവിതം ഞങ്ങൾക്ക് കിട്ടിയത് കുറെ ക്ഷമിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് നല്ല ജീവിതം കിട്ടിയതെന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ദുനിയാവിന്റെ നല്ല ജീവിതം കിട്ടാൻ ക്ഷമിക്കേണ്ടി വരും. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അസ്സബ്റു മിനൽ ഈമാൻ, ക്ഷമ എന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. ബിമൻസിലത്തി റഅസി മിനൽ ജസദി, ഒരു ശരീരത്തില് തല എവിടെയോ എന്തൊരു സ്ഥാനമാണോ വഹിക്കുന്നത് ആ സ്ഥാനമാണ് ഈമാനിന്റെ കൂട്ടത്തിൽ ക്ഷമയ്ക്കുള്ളത്. അതുകൊണ്ട് ഈമാൻ, ക്ഷമ ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈമാൻ തന്നെയാണ് ആ ക്ഷമയില്ലാത്ത സമയത്ത് നമ്മളിൽ നിന്ന് പോവാ എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയാറുണ്ടായിരുന്നു, അല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ ഫന്തസഅഹാ മിൻഹു ഫഅല മകാനഹ الصبر ഇല്ലാ കാന മാ അവലഹു ഖൈറൻ മിമ്മൻ തസഅഹു. ഒരു മനുഷ്യനിൽ ഒരു നേട്ടം ഉണ്ടായിരുന്നു, ആ നേട്ടം നഷ്ടപ്പെട്ടു പോയി. ഒരു മനുഷ്യനൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു, അതങ്ങ് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവൻ ക്ഷമിച്ചു. എന്നാൽ ആ നഷ്ടപ്പെട്ട അനുഗ്രഹത്തെക്കാളും അതിലും വലിയൊരു അനുഗ്രഹം അവന് ക്ഷമിക്കാൻ കഴിയുക എന്ന അവസ്ഥ എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ക്ഷമ എന്ന ശ്രമകരമായ ഒരു അമല്. ക്ഷമ അമലാണ്, അതൊരു ശ്രമകരമായ അമലാണ്. നല്ല പണിയെടുക്കണം ക്ഷമിക്കുക എന്ന അമലിന് വേണ്ടിയിട്ട്. ക്ഷമിക്കുക എന്ന അമല് ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇത്രയും എളുപ്പമുള്ള, സ്വീകാര്യവും വലിയ കൂലിയും കിട്ടുന്ന മറ്റൊരു അമൽ വേറെയില്ല. ക്ഷമ എന്ന് പറയുന്ന അമല് അത്രയും എളുപ്പമാണ്. എന്നാൽ മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ വളരെ ശ്രമകരമാണ് ക്ഷമ എന്ന് പറയുന്ന അമല്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അനബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്
വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ് വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ് വമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്രി. സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്ക് ശ്രമിക്കാം. ക്ഷമയില്ലാത്ത മനുഷ്യന്മാരുണ്ട്. ഒരിക്കൽ ഒരാള് 1500 രൂപ കൊണ്ടുവന്ന് കൈ തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ക്ഷമ ഉണ്ടാവാൻ വേണ്ടി ദുആ ഇറക്കണേ എന്ന് പറഞ്ഞു. ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പറഞ്ഞത് ഇത്തിരി കനം കുറഞ്ഞു പോയി. അപ്പൊ തന്നെ മൂപ്പര് ദേഷ്യപ്പെട്ടു. ഞാൻ ഇത്രയും പൈസ തന്നിട്ടല്ലേ നിങ്ങളോട് ദുആ ഇറക്കാൻ പറഞ്ഞത്, ഒന്ന് ശരിക്കും ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ എന്താ, എനിക്ക് ക്ഷമ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്നത് അദ്ദേഹം ദേഷ്യപ്പെട്ടങ്ങ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതി അതായിരുന്നു. മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത്, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത്, നല്ല ക്ഷമയോടുകൂടെ അദ്ദേഹം പിന്നീട് ജീവിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുറെ തിരുത്തലുകൾ കൊണ്ടുവന്ന ഒരു നല്ല മനുഷ്യൻ, എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്. അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയി. ഓർത്തു പോവാണ്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ശ്രമകരമായ ഒരു വലിയ അമലാണ് ക്ഷമ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഹബീബ് പഠിപ്പിക്കുന്നു, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഈ ഹദീസ് കേട്ടോളൂ, ഞാൻ അവസാനിപ്പിക്കുന്നു. ആരെങ്കിലും ഒരു മാന്യനായി ജീവിക്കാൻ തീരുമാനിച്ചാൽ, സദാചാരനിഷ്ഠ ഒരാൾ ജീവിതത്തിൽ പാലിക്കാൻ ചിന്തിച്ചാൽ, അല്ലാഹു ആ മനുഷ്യനെ സദാചാരബോധമുള്ള മനുഷ്യനായി ജീവിപ്പിക്കും. ശ്രമിച്ചാൽ മതി, അല്ലാഹു തആല സഹായിക്കും. ആരെങ്കിലും അള്ളാന്റെ കയ്യിലുള്ളത് മതി, ജനങ്ങളുടെ കയ്യിലുള്ളത് വേണ്ട എന്ന നിർവാഹതയുടെ സുഹൃദിന്റെ മാർഗം തിരഞ്ഞെടുക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യനെ നിർവാഹമാക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ക്ഷമിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു തആല അവനെ ക്ഷമയുള്ളവനാക്കി ജീവിപ്പിക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതൊരു സ്വഭാവമായി ശീലിച്ചു വരേണ്ട കാര്യമാണ്. ഒരു സ്വഭാവമായി ശീലിച്ചു വന്നു കഴിഞ്ഞാൽ അല്ലാഹു തആല ആ സ്വഭാവത്തിൽ ആ മനുഷ്യനെ എത്തിക്കുകയാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ കയ്യിൽ വരേണ്ട നന്മയല്ല. ഒരു പക്ഷേ പല രീതിയിൽ, പല പ്രായത്തിൽ പല നിലക്കുള്ള ക്ഷമയാ ഓരോരുത്തർക്കുള്ളത്. ചിലർക്ക് ചെറുപ്രായത്തിലാണെങ്കിൽ വല്ലാത്ത വാശിയായിരിക്കും. ആ വാശി ആ പ്രായം കൂടുന്നതനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊണ്ടുവരണം. സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ഒരു വിചാരണ എപ്പോഴും നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. തന്റെ റബ്ബിനെ ബോധ്യമാകാൻ സ്വന്തം ശരീരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും 35 വയസ്സായല്ലോ, 40 വയസ്സായല്ലോ, ഇനിയെങ്കിലും ഞാൻ എൻ്റെ പഴയ സ്വഭാവമൊക്കെ നിർത്തിയില്ലെങ്കിൽ ഞാൻ എവിടെ പോയത് അവസാനിപ്പിക്കുക. ഒരിക്കലും വയസ്സായിട്ട് നന്നാവാ എന്നുള്ളൊരു സിസ്റ്റം മനുഷ്യ ജീവിതത്തിലില്ല. പ്രായമായിട്ട് നന്നാവാന്നുള്ളതില്ല. നേരത്തെ നന്നായാൽ മാത്രമാണ് ഒരു മനുഷ്യൻ അവൻ പ്രായമാവുമ്പോഴും ആ നന്മയിൽ നിലനിൽക്കും. അല്ലാതെ പ്രായമാവുമ്പോൾ ഒരു നന്നാവണ സ്വഭാവമില്ല. നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ളവരൊക്കെ നല്ലവരാ, നല്ല സ്വാലിഹീങ്ങളാണ് നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ളവർ. എന്തുകൊണ്ട് അവർ സ്വാലിഹീങ്ങളായി? അവർ നേരത്തെ മുതൽ സ്വാലിഹീങ്ങളാണ്. പ്രായമായപ്പോൾ സ്വാലിഹീങ്ങളായവരല്ല. അവർ സ്വാലിഹീങ്ങളായി ജീവിച്ചു വന്നു, സ്വാഭാവികമായും പ്രായമായതാ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെക്കുറിച്ചൊരു വിലയിരുത്തൽ. എനിക്കിപ്പോൾ 40 വയസ്സായല്ലോ, എനിക്ക് 45 വയസ്സായല്ലോ, ഞാൻ ഇങ്ങനെയൊന്നും ജീവിച്ച പോരാ, ഇത്തിരി നേരത്തെ എഴുന്നേൽക്കണം, സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന് പള്ളിയിൽ പോകണം, ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ച് ജീവിച്ചു പോയി, ഇനിയെങ്കിലും ഞാനൊന്ന് നന്നാവണം. അപ്പൊ ആ അമലിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അതിനോടനുബന്ധമായി ഒരു ക്ഷമ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. നമ്മൾ അങ്ങനെ ഘട്ടം ഘട്ടമായി ഈ ശീലത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ നമ്മൾ ഒരിക്കലും ക്ഷമയുള്ളവരാവില്ല. റസൂലുള്ളാഹി അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, ഒരു മനുഷ്യൻ ക്ഷമയുള്ളവനാവാൻ ശീലിക്കുകയാണ്. ക്ഷമാശീലത്തെ ഒരാള് ശ്രമിച്ച് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അതിനു വേണ്ടി അധ്വാനിക്കാം. ഞാനൊരു ക്ഷമയുള്ളവനാവാൻ തീരുമാനിക്കുന്നു. ഭാര്യ എന്തേലും പറയുമ്പോഴേക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഭർത്താവ് എന്തേലും പറയുമ്പോഴേക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഭാര്യ, മക്കളുടെ പ്രവർത്തനങ്ങളിൽ സമചിത്തയോടുകൂടെ വീക്ഷിച്ചിരിക്കാനുള്ള കഴിവില്ലാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. ഞാൻ ഇങ്ങനെയാണോ, ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ എന്ന ഒരു സ്വയം വിചാരണ സ്വന്തം നഫ്സിൽ നടത്തിയാൽ അള്ളാഹു നമുക്ക്
നമുക്ക് ഈമാൻ തരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ആറഫ നഫ്സഹു ഫഖദ ആറഫ റബ്ബഹു ഔ കമാ ഖാൽ. റബ്ബിനെ അറിയണമെങ്കിൽ സ്വന്തം ശരീരത്തെ ഒന്ന് പഠിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരാൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നുവെങ്കിൽ യുസബ്ബിറുഹുല്ലാഹ്, അല്ലാഹു അവന് ക്ഷമ കൊടുക്കും. അല്ലാഹു അവന് ക്ഷമ കൊടുക്കും. ക്ഷമയുള്ള മനുഷ്യനാവാൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാര്യത്തെ കുറിച്ചായി പറയുന്നതെന്ന് മനസ്സിലാക്കണം. മീസാനിന്റെ തുലാസ്, മീസാൻ എന്ന തുലാസിന്റെ തട്ടില് നമ്മുടെ നന്മകളൊക്കെ എമ്പാടുണ്ട്. അതില് ആ കൂട്ടത്തില് നമ്മുടെ നന്മകൾക്ക് കൂടുതൽ ഭാരം കിട്ടാൻ, നമ്മുടെ അമലുകളിലേക്ക് നമുക്ക് ഇഖ്ലാസോടുകൂടെ ഇറങ്ങിച്ചെല്ലാൻ, നമുക്കൊരു നല്ല മനുഷ്യനാവാൻ നാം ഉണ്ടാക്കിയെടുക്കേണ്ട എല്ലാ മതങ്ങളിലും പുണ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വഭാവം, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ സ്വഭാവം ക്ഷമ. ആ ക്ഷമ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കുന്ന ആള്, ഞാനൊരു ക്ഷമയുള്ള മനുഷ്യനാവാൻ വേണ്ടി ശ്രമിക്കാണെന്നൊരു പ്രതിജ്ഞ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹു സഹായിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യുസബ്ബിറുഹുല്ലാഹ്, അവനെ ക്ഷമയുള്ളവനാവാൻ അള്ളാഹു സഹായിക്കും. വമാ ഉഅ്തിയ അഹദുൻ അതാഅൻ ഖൈറാ വഔസഅ മിനസ് സുബ്രി. അള്ളാഹു ഒരാൾക്ക് ഒരു നേട്ടം കൊടുക്കുകയാണ് എങ്കിൽ, അള്ളാഹു ഒരാൾക്കൊരു ഔദാര്യം ചെയ്യുകയാണ് എങ്കിൽ, ഏറ്റവും വിശാലമായ ഏറ്റവും ഖൈറായ ആ ഔദാര്യവും നേട്ടവും മിനസ്സബരി, ക്ഷമയേക്കാൾ മറ്റൊന്നില്ലെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.